ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. വിസ്മയ്ക്ക് ബോധം വരുന്നുണ്ടെങ്കിലും വിസ്മയ്ക്ക് ആരെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിസ്മയ പെട്ടെന്ന് ബോധം കെട്ട് ബെഡിലേക്ക് വീഴുകയാണ്. ഇതൊക്കെ കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ശ്യാമയും അരുന്ധതിയും. അതേസമയം ആ മ്യൂസിക് പ്രൊഡ്യൂസർ വിസ്മയെ തേടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എഗ്രിമെന്റും സൈൻ ചെയ്ത് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എന്റെ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടില്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ, ഞങ്ങൾ അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലായിരുന്നോ? ഇമോഷൻ വേറെ, ബിസിനസ് വേറെ. അതുകൊണ്ട് മോൾ ഉണരുമ്പോൾ അമ്മയും മോളും കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങളെ വിളിക്ക്. പിന്നെ കാര്യങ്ങൾ നിയമ നടപടിയിലേക്കൊന്നും എത്തിക്കാതിരിക്കുന്നതാകും നിങ്ങൾക്ക് നല്ലത്. അത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അരുന്ധതി. തുടർന്ന് അയാൾ പോയതിനു ശേഷം അരുന്ധതി തന്റെ ബാഗിൽ നിന്നും ശ്യാമയ്ക്ക് ഒരു പേപ്പർ എടുത്ത് നൽകുകയാണ്. വായിച്ചു നോക്ക്, അതിൻ്റെ അകത്ത് എന്താണെന്ന് എന്ന് അരുന്ധതി പറയുമ്പോൾ ശ്യാമ അത് വായിക്കുകയാണ്. അത് വിസ്മയയുടെ ആത്മഹത്യാ കുറിപ്പായിരുന്നു. ആനന്ദവർമ്മയുടെയും അഖിലിന്റെയും ശ്യാമയുടെയും അപമാന ഭാരത്താലാണ് താനിങ്ങനെ ചെയ്തത് എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അത് വായിച്ച് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് അരുന്ധതി പറയുകയാണ്, എൻ്റെ മോൾക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ടായിരുന്നു. നീയും ആനന്ദവർമ്മയും അഖിലം കാരണമാ എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും ചെയ്തത്. എൻ്റെ മോളില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വരാൻ ഇടയായാലുണ്ടല്ലോ, ആദ്യം നിന്റെ അഖിലിനെയും പിന്നീട് ആനന്ദവർമ്മയും ഞാൻ കൊന്നിരിക്കും, അതും എൻ്റെ കൈകൊണ്ട് തന്നെ. നീ പേടിക്കണ്ട, നിന്നെ എന്താണെങ്കിലും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്റെ പ്രിയപ്പെട്ടവരുടെ മരണമോർത്തെ നീ നീറി കഴിഞ്ഞാൽ മതി. എൻ്റെ മോളുടെ ശ്വാസം നിലച്ചാലേ ആ ജഡവും നീ തന്നെ എടുത്തോ. അത്രയും പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അരുന്ധതി പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം വിസ്മയയ്ക്ക് ബോധം വരികയാണ്. വിസ്മയ വെള്ളം ചോദിക്കുമ്പോൾ ശ്യാമ വിസ്മയയ്ക്ക് വെള്ളം നൽകുന്നു. തുടർന്ന് വിസ്മയ പറയുകയാണ്, ഞാൻ മരിച്ചില്ലല്ലേ ശ്യാമേ, നീ ഒരു നല്ല പാട്ടുകാരിയാകും. അത് ഞാൻ സ്വർഗത്തിൽ ഇരുന്ന് കാണുക തന്നെ ചെയ്യും. എൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ആ പാട്ട്, പക്ഷേ അത് നടന്നില്ല. ഇത് കേൾക്കുന്ന ശ്യാമ ചോദിക്കുകയാണ്, ആ പാട്ട് ഞാൻ പാടിയാൽ വിസ്മയ ഈ തീരുമാനം മാറ്റുമോ? എല്ലാവരെയും ഉപേക്ഷിച്ച് പോകാതിരിക്കുമോ? ഈ ഒരു പാട്ട് അവസാനമായി ഞാൻ നിനക്ക് വേണ്ടി പാടിത്തരാം. വേറെ ഒന്നിനും എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ നീ ഇനി ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണമെന്നും ശ്യാമ പറയുന്നു. അങ്ങനെ വിസ്മയ ശ്യാമയ്ക്ക് വാക്ക് നൽകുകയാണ്. അതേസമയം പുറത്തുനിന്ന് ഇതൊക്കെ കാണുന്ന അരുന്ധതിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് ശ്യാമ അരുന്ധതിയെ വിളിച്ച് വിസ്മയ്ക്ക് വേണ്ടി അവസാനമായി താൻ ഈ പാട്ട് പാടാമെന്ന് സത്യം ചെയ്ത് നൽകുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. വിസ്മയുടെ കാര്യത്തെക്കുറിച്ച് അഖിലിനോട് പറയുകയാണ് ശ്യാമ. അവസാനമായി താൻ അവർക്ക് പാട്ട് പാടി കൊടുക്കാമെന്ന് സത്യം ചെയ്തു കൊടുത്ത കാര്യമൊന്നും ശ്യാമ അഖിലിനോട് പറയുന്നില്ല. ഇതൊക്കെ അവരുടെ അടവായിരിക്കും. അടവല്ലെങ്കിൽ തന്നെയും താൻ ഇനി അവർക്ക് വേണ്ടി പാടേണ്ട ഒരാവശ്യവുമില്ലെന്ന് അഖിൽ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ മനസ്സിൽ പറയുകയാണ്, ഞാൻ അവർക്ക് പാട്ട് പാടി കൊടുക്കാമെന്നെങ്ങാനും പറഞ്ഞത് അഖിൽ സാറും അച്ഛനും അറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമാകും ഇനി ഉണ്ടാകാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. മ്യൂസിക് ഡയറക്ടർ GK വന്ന് റെക്കോർഡിങ്ങിന്റെ ഡേറ്റും സമയവുമൊക്കെ ശ്യാമയെ അറിയിക്കുകയാണ്. അങ്ങനെ ശ്യാമ സന്തോഷത്തോടെ നാളെ വരാമെന്ന് വാക്ക് നൽകുന്നു. തുടർന്ന് GK പറയുകയാണ്, ശ്യാമയും അരുന്ധതിയുമായിട്ടുണ്ടായിരുന്ന കോൺട്രാക്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. എന്താണെങ്കിലും കുട്ടി ചെയ്തത് വലിയൊരു ബുദ്ധിമോശം തന്നെയായിരുന്നു. എന്താണെങ്കിലും അതിൽ നിന്നും പിന്തിരിഞ്ഞല്ലോ, അത് തന്നെ നല്ല കാര്യം പറഞ്ഞ് GK അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. ശ്യാമ നാളെ രാവിലെ 10 മണിക്ക് സാഗര സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആ GKയുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടി പാടുകയാണെന്ന് അരുന്ധതി വിസ്മയോട് പറയുന്നു. കേൾക്കുന്ന വിസ്മയ ഞെട്ടിക്കൊണ്ട് അരുന്ധതിയെ നോക്കുകയാണ്. അവള് എനിക്ക് വേണ്ടി പാട്ട് പാടാമെന്ന് കരുതിയപ്പോൾ എല്ലാം ശരിയായെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ മമ്മി, അവളെങ്ങാനും ഈ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. മോളെ, നീ വിഷമിക്കാതെ, അത് നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കാമെന്ന് അരുന്ധതി പറയുന്നു. അതേസമയം അരുന്ധതിയെ മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ട് നാളെ രാവിലെ 10 മണിക്കാണ് റെക്കോർഡിംഗ് എന്നും സാഗര സ്റ്റുഡിയോയിൽ വെച്ചാണെന്നും പറയുകയാണ്. ഇത് കേൾക്കുന്ന അരുന്ധതിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് അരുന്ധതി വിസ്മയോട് പറയുകയാണ്, മോളെ, നാളെ എന്താണെങ്കിലും ആ ശ്യാമയ്ക്ക് അവളുടെ പാട്ട് പാടാൻ പറ്റില്ല. അവള് നമുക്ക് വേണ്ടിയാകും നാളെ സ്റ്റുഡിയോയിൽ വന്ന് പാടുന്നത്. അത് നടക്കുമോ മമ്മിയെന്ന് വിസ്മയ ചോദിക്കുമ്പോൾ ഈ അരുന്ധതി അത് നടത്തിയെടുത്തിരിക്കുമെന്ന് അരുന്ധതി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.